നമസ്കാരം. ഇന്ന് നമുക്കൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അരി കുതിർത്ത് അരയ്ക്കാതെ വെറും 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈസിയായി തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായി തന്നെ കാണുക. നെയ്യപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് 250 ഗ്രാം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അല്പം വെള്ളം ചേർത്തൊന്ന് പാനിയാക്കി എടുക്കുക. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ട് 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് റവയും എടുക്കുന്നുണ്ട്. തരിക്കായിട്ട് റവ ചേർക്കുന്നത് കൊണ്ട് അപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 3 ചെറിയ പഴവും 5 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. നെയ്യപ്പത്തിനുള്ള മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അര ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/2 കപ്പ് തേങ്ങ നുറുക്കിയതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാവിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. 200 ml ഓയിൽ എടുത്തിട്ടുണ്ട്. ഫ്ലേവറിനായി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് എണ്ണ നന്നായി തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ. ഒരു വശം ബ്രൗൺ നിറമാകുമ്പോഴേക്കും തിരിച്ചിട്ട് മറ്റേ വശവും ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ച് കോരി മാറ്റാം. ഇവിടെ എടുത്തിട്ടുള്ള അളവിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈ രീതിയിൽ 25 നെയ്യപ്പം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കും. ഈ നെയ്യപ്പം വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.